SFIO അന്വേഷണത്തെ KSIDC സ്വാഗതം ചെയ്യുകയാണ് വേണ്ടതെന്ന് ഹൈക്കോടതി. അന്വേഷണം ചോദ്യം ചെയ്ത് KSIDC നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി പരാമർശം. സർക്കാർ കമ്പനിക്ക് എന്താണ് ഒളിക്കാനുള്ളത് എന്ന് കോടതി ചോദിച്ചു. ഉത്തരവാദിത്തത്തിൽ നിന്ന് KSIDCക്ക് ഒഴിയാനാവില്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ഏതെങ്കിലും ക്രമക്കേടിൽ പങ്കാളിയല്ല എന്ന് KSIDC വാദിച്ചു. ഹർജികൾ മാർച്ച് 12-ന് പരിഗണിക്കാൻ മാറ്റി. ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി. ശ്യാം ദേവരാജ്, ഇപ്പോഴും KSIDC ഹർജിയുമായി മുന്നോട്ട് പോവുകയാണോ? KSIDCയുടെ ഹർജിയാണ് ഇന്ന് പരിഗണനയ്ക്ക് വന്നത്. സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ CS വൈദ്യനാഥനാണ് ഇന്നും KSIDCക്ക് വേണ്ടി വാദങ്ങൾ ഉയർത്തിയതും ഹാജരായതും. ഇതിന്മേൽ വിശദമായ വാദം കേൾക്കാൻ വേണ്ടിയാണ് മാർച്ച് 12-ലേക്ക് ഹൈക്കോടതി മാറ്റുകയും ചെയ്തത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് ഹർജി പരിഗണിച്ചത്. വീണ്ടും KSIDCയുടെ കഴിഞ്ഞ തവണ ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾ ഇത്തവണയും ഹൈക്കോടതി ആവർത്തിക്കുകയും ചെയ്തു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഓഫീസ് അന്വേഷണം നടത്തുന്ന ആ അന്വേഷണത്തെ KSIDC സ്വാഗതം ചെയ്യുകയാണ് വേണ്ടതെന്നാണ് സിംഗിൾ ബെഞ്ച് പറഞ്ഞത്. മാത്രമല്ല, ശുദ്ധമായ കൈകളോടെ വേണം KSIDC ഹൈക്കോടതിയെ സമീപിക്കാൻ. CMRL 13.4% ഓഹരികൾ KSIDCക്ക് ഉണ്ട്. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് SFIO അന്വേഷണത്തെ KSIDC സ്വാഗതം ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നു.